ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എൻഡ് ചെയ്തപ്പം നമ്മൾ പൂവൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന രീതിയിലായിരുന്നു എൻഡ് ചെയ്തത്. ഇന്നിപ്പോൾ ഇതാ നല്ല മഴയുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയാണ്. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയാട്ടോ ഉറങ്ങാനൊക്കെ. എന്തായാലും നമുക്ക് ഇന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിരപ്പള്ളി വാട്ടർഫാൾസ്, അവിടേക്ക് ഒരു ഡ്രൈവ് പോകണം ഞാനും അക്കിയും കൂടിയിട്ട്. പക്ഷേ ഈ മഴ കാരണം നമ്മുടെ പ്ലാൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനും കൂടി ഉണ്ട്. എന്തായാലും നമ്മൾ ഇന്നലെ മേടിച്ച പൂവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയ രീതിയിൽ പൂക്കളം ഞാൻ ഒപ്പിച്ചിട്ടിട്ടുണ്ട്. ഭയങ്കര ആർഭാടമായിട്ടൊന്നും ഇട്ടിട്ടില്ല, ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. വെക്കേഷൻ എല്ലാ തവണ വരുമ്പോഴും ഒരു 3-4 ദിവസം മിനിമം നമ്മൾ തൃശ്ശൂർ നിൽക്കാറുണ്ട്. അപ്പോൾ ഈ തവണ അക്കി കൊടൈക്കനാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പും കൂടി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു ട്രിപ്പിനും കൂടി പോവും. അപ്പം അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അതിരപ്പള്ളി ട്രിപ്പ് ഓൺ ആയിട്ടുണ്ട്. മഴയൊക്കെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇടയ്ക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അവരെയും കൂട്ടിയിട്ട് വരാറുണ്ട്. അക്കി പക്ഷേ ഫസ്റ്റ് ടൈമാണ് അതിരപ്പള്ളി വരുന്നത്. ഇന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. അതിരപ്പള്ളി വാട്ടർഫാൾസ്, അതിരപ്പള്ളി വരുമ്പോൾ എന്തായാലും വാട്ടർഫാൾസ് കാണണമല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വാട്ടർഫാൾസ് കാണാനുള്ള പ്ലാനാണ് ഫസ്റ്റ്. പിന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഒരു ഡ്രൈവാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ഫോറസ്റ്റിലൂടെ ഈ ഒരു മഴയൊക്കെ പെയ്ത് നനഞ്ഞിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു കോസി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് എടുത്ത് പോകുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം ഒരു ഡ്രൈവാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്താറായി. കംപ്ലീറ്റ് കാറാണ്, അവിടെ പാർക്കിംഗ് ഒട്ടും കിട്ടിയില്ല. പിന്നെ നമ്മൾ ബാക്കിലോട്ടായിട്ടുള്ള കുറച്ച് ഇറങ്ങിയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എൻട്രി പോയിന്റ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകുന്നതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതുപോലെ ബാമ്പു വെച്ചിട്ടുള്ള ഫെൻസിങ് അവർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാത്ത് വേ ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് വാട്ടർഫാൾസിന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നല്ല കാടാണല്ലോ, അപ്പോൾ നല്ല ഭംഗിയുള്ള മരങ്ങൾ, നല്ല ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ്. അപ്പോൾ കുരങ്ങന്മാരുടെ ഒരു ശല്യം അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈറ്റബിൾസ് കഴിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വരുമ്പം നമ്മൾ ഈ ഒരു മഴക്കാലം വരുന്നത് നല്ലതൊക്കെ തന്നെയാണ്. കാരണം ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫീലിൽ കിട്ടണമെങ്കിൽ കുറച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് തന്നെ വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും ആ റോഡിലൂടെ പോകുമ്പോൾ ആ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. എന്തായാലും നമ്മളിത് ഈ ഒരു ഏരിയയിലേക്ക് ഓൾമോസ്റ്റ് എത്തി നമ്മൾ വാട്ടർഫാൾസിന് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും വിശക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ മേടിക്കാം. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണും, ഈ റൈറ്റ് സൈഡിലൊരു ഫെൻസ് ചെയ്ത ഒരു ഏരിയ ഉണ്ട്. അതിലൂടെ താഴത്തോട്ട് ഇറങ്ങിയാലാണ് വാട്ടർഫാൾസിൻ്റെ താഴ്ഭാഗത്തോട്ട് നമുക്ക് എത്താൻ പറ്റുക. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ നേരെ ഈ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള വാട്ടർഫാൾസ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അക്കി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാട്ടോ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷെ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇട്ട ചെരുപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ചെരുപ്പ് എനിക്ക് പണി തന്നു. ഞാൻ ഓർത്തില്ല, ഞാൻ ഡ്രൈവൊക്കെ പോവല്ലേ എന്നുള്ളൊരു മൈൻഡിൽ കാറിൽ കയറിയിരുന്നു. പക്ഷെ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പണി കിട്ടി എന്ന് മനസ്സിലായത്. എന്തായാലും നമുക്ക് ഈ ഒരു വാട്ടർഫാൾസ് എൻജോയ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർഫാൾസ് തന്നെയാണ്. അതിരപ്പള്ളി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേലേന്ന് ഉള്ളൊരു വ്യൂ പോയിന്റ് നിന്ന് നോക്കുമ്പോൾ കാണുന്ന വാട്ടർഫാൾസ് ആണ്. പക്ഷേ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് കാണുന്ന ഒരു വ്യൂ വേറൊരു ആംഗിളിലൂടെ കാണുന്നത് തന്നെയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള വാട്ടർഫാൾസ് താഴെ വരുമ്പം നമ്മൾ എങ്ങനെ കാണും, ആ ഒരു ആംഗിളാണിത്. രണ്ടും നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾ അതിരപ്പള്ളി വരുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ വാട്ടർഫാൾസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആ പാത്വേയിലൂടെ നമ്മൾ പോകാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ ഞാൻ കാണുന്നത്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും തിന്നാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ പറയുന്ന ആള് അത് പിക്ക് ചെയ്ത് എടുത്ത് ഓടും. അതുപോലെ നമ്മളൊരു 7up മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഭാഗ്യത്തിന് നമ്മൾ കുടിച്ചു. ബാക്കിയാക്കി മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ കൂളായി വന്ന് ചാടി കയ്യിൽ നിന്ന് സാധനം എടുത്ത് ഈ കാണുന്ന മരത്തിൽ കയറിയിരിക്കുകയാണ്.
എന്തായാലും ആള് ഇത് കുടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഓപ്പണിങ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. കുറേ നേരം ഇങ്ങനെ അത് പിടിച്ച് കളിക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ 7up നമ്മൾ അത്യാവശ്യം കുടിച്ചു, പക്ഷെ ആളത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കുരങ്ങന്മാരവിടെ ഉണ്ട്. അപ്പം ഈറ്റബിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കറക്റ്റായിട്ട് ആ ഫോറസ്റ്റിൻ്റെ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. വീടിൻ്റെയൊക്കെ ഒരു സൗണ്ടാണ്. അത് ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്തായാലും എക്സിറ്റിലൂടെ നമ്മൾ ഇറങ്ങുകയാണ്. ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനവിടെ അതിരപ്പള്ളിയിൽ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കഫേനെ കുറിച്ചിട്ട്. അപ്പം സംസാര കഫേ എന്ന് പറയുന്നത്. അപ്പം നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുന്ന വഴിയിൽ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ട് ഈ ഒരു എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് നിരാമയ റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഒരു കഫേ. പക്ഷേ ഞാൻ ഈ റീൽസൊക്കെ കാണുമ്പം എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കഫേ ആണെന്ന്. എന്തായാലും വന്നതല്ലേ, നമ്മളൊരു കോൾഡ് കോഫി പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. കാരണം അതൊരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വേറെ വെളിയിൽ നിന്ന് എവിടെയെങ്കിലും കഴിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് വന്ന് നല്ല കഫേയൊക്കെ നല്ലതാണ്, തൊട്ടപ്പുറത്ത് ബാറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വന്നതല്ലേന്ന് വിചാരിച്ച് ഒരു കോൾഡ് കോഫിയിൽ അങ്ങോട്ട് നമ്മൾ ഒതുക്കി. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന തൃശ്ശൂരിലേക്കാണ്. കാരണം അക്കിയുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് അവർ നെക്സ്റ്റ് ഡേ മോർണിംഗ് കൊടൈക്കനാൽ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ എനിക്ക് യൂഷ്വലി വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതലും എനിക്കിഷ്ടം. അപ്പോൾ പിറ്റേ ദിവസമായി ഞാൻ അടുത്തൊരു പൂക്കളം ഇട്ടിരിക്കുകയാണ്. അക്കി രാവിലെ തന്നെ 6 മണിയായപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ട്രിപ്പ്. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. വീട്ടിലിരിക്കുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഇതേപോലെ എൻ്റെ പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ടൈം ഇവിടെ വീട്ടിൽ ഉണ്ടാകുമ്പം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാർ. അപ്പം പൂച്ചയുണ്ട്, അതേപോലെ നായ്ക്കുട്ടി ഉണ്ട്. അപ്പോൾ പൂച്ചക്കുട്ടിയുടെ ഒരു വിക്രിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവനൊരു കാലി പെട്ടി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കയറിയിരുന്നു. പിന്നെ ഞാൻ കൈയോടെ പെട്ടി ക്ലോസ് ചെയ്ത് റൂമിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പം അവനിങ്ങനെ മാന്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ, ഇത് ആക്ച്വലി കളിയാണ് കേട്ടോ, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുള്ളൂ. അവൻ കളിക്കുന്നതാണ്, അവൻ ഒളിച്ചിരിക്കുകയാണ്, നമ്മളവനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ഇതിൽ അവൻ്റെ ഒരു ഗെയിമാണ് ഇത് ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലത്തെ വേറൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന പൂച്ചകളെല്ലാം നമ്മുടെ പൂച്ചകളല്ല, പക്ഷെ നമ്മൾ വളർത്തുന്ന പൂച്ചകളല്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ പുറത്ത് ഉള്ള ആൾക്കാരാണ്. അപ്പം പപ്പ പേരിട്ടിരിക്കുന്ന പുറമ്പോക്കുകാരെന്നാണ്. പക്ഷെ ഇവർക്ക് നമ്മൾ ഫുഡ് കറക്റ്റായിട്ട് 3 നേരവും ഫുഡ് കൊടുക്കും. അപ്പം അവരാണ് ഈ കാണുന്ന ആൾക്കാർ. ഭയങ്കര സ്നേഹമാണ്, ഇവരെല്ലാം ഒരു ഫാമിലിയാണ്. അപ്പം എനിക്ക് വീട്ടിലെ ടൈമൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലെ എൻ്റെ പെറ്റ്സൊക്കെ ആയിട്ടാണ്. പിന്നെ ഫാമിലി ആയിട്ട് ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അടുത്ത ദിവസത്തേക്ക് വേണ്ട പൂക്കളൊക്കെ ഞാൻ തലേന്നേ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പം പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പം ഇടാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ പൂക്കളം ഇടുന്ന പരിപാടി തുടങ്ങി. ഞാൻ ഏകദേശം അതിരാവിലെ ഒന്നും എഴുന്നേറ്റല്ല പൂക്കളം ഇടാറ്. ഞാൻ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ ഒരു സമയത്താണ് ഞാൻ ഇടാറ്. എനിക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൂക്കളമാണ് ഞാൻ ഇട്ടത്. ഇതുപോലെ ഓണത്തിൻ്റെ സമയത്ത് നാട്ടിലൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് പൂക്കളൊക്കെ എല്ലാ ദിവസവും ഇടാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അവിടെ അബുദാബിയിലൊക്കെ ഈ പൂക്കൾ ഈ ടൈമിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ഇടാനൊന്നും അങ്ങനെ തോന്നില്ല.
തിരുവോണത്തിൻ്റെ അന്ന് മാത്രം ഇടാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഈവനിങ് ആയപ്പം അമ്മ എനിക്ക് ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഷോപ്പ് സ്റ്റുഡിയോ തന്നെയാണ് ആസ് ഓൾവേസ്. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് നല്ല സാധനം കിട്ടും. പക്ഷേ ഒരു 5 ആൾ പോകുന്നുണ്ടെങ്കിൽ 3 ആൾക്കാർ സ്റ്റുഡിയോയുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോവുക. അത് വേറെ കാര്യം. എന്തായാലും ഞാൻ എടുത്ത ഒരു ഔട്ട്ഫിറ്റ് ഈ കാണുന്ന നീല കളർ ഒരു കുർത്തിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എടുത്തത് ഒരു ഫ്രോക്കാണ്. ഒരു നീ കഴിഞ്ഞിട്ട് ബിലോ നീ ലെങ്ത് ഉള്ളൊരു ഫ്രോക്കാണ് ഞാൻ എടുത്തത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നേവി ബ്ലൂ കളറിലൊരു ഔട്ട്ഫിറ്റാണ്. ഈ 4 ദിവസത്തിൽ എൻ്റെ ലൈഫിൽ അത്ര വലിയ സംഭവങ്ങളൊന്നും നടന്നില്ല. അക്കി ടൂറും കഴിഞ്ഞ് വന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ കൊച്ചിക്ക് പോവാണ്. തൃശ്ശൂരത്തെ എക്സ്പ്ലോറിങ് കഴിഞ്ഞു അക്കിയായിട്ട്. ഞാനിനി വീണ്ടും വരും. ഇപ്പം നമ്മൾ പോകുന്നത് കൊച്ചിയിലാണ്. ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സ്റ്റേ നമ്മൾ ആക്ച്വലി കൊച്ചിയിലാണ്. കാരണം അക്കിയുടെ അളിയനും ഫാമിലിയും അവിടെയാണ്. അതായത് അക്കിയുടെ സിസ്റ്ററും ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പം അവരുടെ വീട്ടിലായിരിക്കും നമ്മൾ നിൽക്കുക. നമ്മൾ ഈ കുറച്ച് ദിവസത്തെ വെക്കേഷൻ വരുമ്പം എത്തിപ്പിടിച്ച് എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു ടാലൻറ്റ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദിൽ. ഞങ്ങൾ സ്കൂളിൽ മുതൽ ഒരുമിച്ചുള്ള ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങൾ. അപ്പോൾ അവൻ്റെ ഷോപ്പ് ഇവിടെ ഉണ്ട്, പനമ്പിള്ളി നഗറിലാണ്. ഇതോടെ വന്നിട്ട് അവനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ഷോപ്പിലോട്ട് പോയിട്ട് അവനെ കാണാമെന്ന് തന്നെ വിചാരിച്ചു. മെയിൻ സ്ട്രീറ്റ് ഷോപ്പ് എന്നാണ് അവൻ്റെ ഷോപ്പിൻ്റെ പേര്. ഇവർ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ്. അപ്പം എന്തായാലും നമ്മൾ പനമ്പിള്ളി എത്തിയിട്ട് ഞാൻ അവനെ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് വിളിച്ചിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനവിടെ ഉണ്ട് ഷോപ്പിൽ. അവൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ അവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആദിലിൻ്റെ മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റോറ്. ഇവിടെ കൂടുതലായിട്ട് കസ്റ്റമൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടി ബ്രാൻഡഡ് സ്റ്റോറാണ്. അപ്പോൾ പല ബ്രാൻഡ്സിൻ്റെ ക്ലോത്തിങ്ങും ആക്സസറീസും അങ്ങനത്തെ സംഭവം ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വന്നിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പനമ്പള്ളിയിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒന്ന് വന്ന് ഈ ഷോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറേ ടൈം അവരോട് സ്പെൻഡ് ചെയ്ത് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ ചെല്ലുന്നത് ലുലു മോളിലേക്കാണ്. ലുലു മോളിൽ വരാൻ കാരണം അക്കിക്കൊരു ഒരു പെട്ടി മേടിക്കാനുണ്ടായിരുന്നു, ലഗേജ് കൊണ്ടുപോകാനുള്ള. അപ്പം അത് നമ്മുടെ ഓൾറെഡി ഉള്ള സംഭവം ഡാമേജ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പുതിയത് നോക്കണം എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഇവിടെ ഈ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ വടംവലിയുടെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഇതും കൂടി കണ്ടിട്ട് പോയി കളയാം എന്നുള്ള രീതിയിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ ടീം, ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ ഓരോ ടീമായിട്ട് വന്നിട്ട് അവരെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാലും കുറച്ച് ഇനീഷ്യൽ സമയത്ത് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഒരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ വന്ന എല്ലാവരും ഈ വടംവലി കാണാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ എല്ലാ വടംവലിയൊന്നും കണ്ടില്ല. കാരണം നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അളിയൻ്റെ വീട്ടിൽ പോയി അവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ വടംവലിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ അളിയൻ്റെ വീട്ടിലാണ് പോയത്.
അവിടെ നൈറ്റ് കിടന്നുറങ്ങിയതിന് ശേഷം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ കൊച്ചി ടു വർക്കല ഒറ്റൊരു ഡ്രൈവായിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എനിക്കധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. മേ ബി നെക്സ്റ്റ് ടൈം കുമ്പളങ്ങി ഞാൻ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യും. ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഏത് ഈവൻ ഫിൽറ്റർ പോലും ഇടാത്ത ഒരു സീനാണ് നിങ്ങൾ കണ്ടത്. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കുമ്പളങ്ങി. അപ്പോൾ നമ്മൾ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ തവണ നമ്മൾ പോകുമ്പം നമ്മുടെ കൂടെ ചേച്ചിയും പിന്നെ ചേച്ചിയുടെ പിള്ളേരും ഉണ്ടായിരുന്നു. കാരണം ഓണല്ലേ, അപ്പോൾ അവർക്ക് എന്തായാലും കൊച്ചി ടു വർക്കല വരണം. അപ്പം നമ്മളെന്തായാലും പോവാണല്ലോ. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ തവണ ട്രാവൽ ചെയ്യുന്നത്. ഇത് ചുമ്മാ ഞാനിട്ട് എന്താ പറയുക, എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ ഒരു ബിറ്റ് ഇട്ടതാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ ലോങ് ജേർണി കൊച്ചി ടു വർക്കല വരെ നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്ത് രാത്രി നമ്മൾ അവിടെ എത്തി. അങ്ങനെ ഇതാ നമ്മൾ വർക്കല എത്തി. അങ്ങനെ വർക്കലയുടെ ദിവസമാണ് നിങ്ങളെ കാണുന്നത്. രാവിലെ തന്നെ നമ്മൾ തിരുവോണത്തിൻ്റെ തലേ ദിവസമാണിത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിരുവോണത്തിന് ആവശ്യമുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ചേച്ചിയും അമ്മയും കൂടി അവിടുത്തെ ഒരു ഷോപ്പിൽ പോയതാണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അക്കിക്ക് നമ്മുടെ അബുദാബിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അച്ചാറും ചമ്മന്തിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്ഥിരമായി മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഇറങ്ങി എന്തൊക്കെയോ മേടിക്കുകയാണ്. ചമ്മന്തിപ്പൊടി എല്ലാം നാടന ഇവരുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഹാൻഡ് മെയ്ഡ്. ഇവർ മാത്രം ഇവർ തന്നെ ഉണ്ടാക്കി. ഇനി നമ്മൾ ചെല്ലുന്നത് വർക്കലയിലെ ട്രെൻഡ്സിലാണ്. അമ്മയും അച്ഛനും കൂട്ടിയിട്ട് നമുക്ക് ഓണക്കോടി എടുത്തു തരാനുള്ള പ്ലാനാണ്. അപ്പം നമ്മൾ നേരെ വന്നിട്ടുള്ള ട്രെൻഡ്സിലാണ്. എല്ലാവർക്കും മേടിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. പിന്നെ ഈ ട്രെൻഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരുടെ പാറ്റേൺസ് എപ്പോഴും ഒരു സിമിലർ ആയിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഒരുപാട് ഓഫേഴ്സ് ഈ ഓണം സ്പെഷ്യലായിട്ട് നല്ല പോലെ ഓഫേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനൊരു 2-3 ഡ്രസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തു. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് ഇട്ടപ്പം ഞാൻ ഒന്നും കൂടി വണ്ണം വെച്ച പോലത്തെ ഒരു ഫീൽ വന്നു. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചു. രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് നല്ലൊരു ഭംഗിയുള്ളൊരു സിൽക്കിൻ്റെ ഒരു മെറ്റീരിയൽ വന്നതാണ്. പക്ഷേ ഇതെനിക്ക് കൈയിൻ്റെ ഭാഗത്ത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് സൈസ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇതും എടുത്തില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇത് ട്രൈ ഔട്ട് ചെയ്തു. ഈ സാധനമാണ് ഞാൻ എടുത്തത്. എൻ്റെ സൈസ് കറക്റ്റായിട്ടുള്ളതില്ല. അപ്പോൾ തൊട്ട് മുകളിലത്തെ സൈസ് എടുത്ത് ഓൾട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരുടെ എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്നതാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് പിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. ഈ പിള്ളേരുടെ ഡ്രസ്സ് പൊതുവേ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇവർ രണ്ടുപേരും ട്വിൻസ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ സൈസ് എപ്പോഴും എടുക്കുമ്പോഴും ഒരു സൈസ് മുകളിലും മറ്റേ സൈസ് താഴെയായിട്ട് അങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ ഇത് സയയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഉടുപ്പ്. പക്ഷേ ഇത് വലിയ സൈസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ ഏരിയയിലൊക്കെ ഞാൻ വന്നു. ചുമ്മാ ഇങ്ങനെ ലോങ് ഡ്രസ്സസൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ ഡ്രസ്സ് എടുത്തു. പിന്നെ അളിയന് കുറച്ച് ഡ്രസ്സ് എടുത്തു, ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അക്കിക്ക് ഒരു ടീഷർട്ട് എടുത്തു. ബാക്കി നമ്മൾ പിന്നെ നേരെ പോയത് സ്വയംവരയിലാണ്. അമ്മയ്ക്ക് നമ്മുടെ സെറ്റ് സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ മേടിക്കണം. ഇപ്പം തയ്ച്ചിടാനല്ല, മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ സ്വയംവരയിൽ വന്നു.
അപ്പോൾ ഇവർ രണ്ടുപേരും ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നതാണ് കാണുന്നത്. സ്വയംവര അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട്, പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ എൻഡ് ചെയ്യാണ്. നാളെ ഇപ്പോൾ തിരുവോണമാണ്. ഓണം വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.